ഉണ്ടിബിന് സീരീൻ എന്നവർക്കൊരു 40 ഭരണി നിറച്ചും നെയ്യ് വിൽപ്പനക്കുള്ളത്. എലിയൊന്നു വീണത് ചത്തു ഭരണിയിലാകെയായി, തൻ്റെ അടിമ തോണ്ടിയെടുത്തതും കളയുന്നതായി. പിന്നീട് വിൽപ്പനക്കുള്ള കാലം വന്ന് ക്ഷണം അടിമയോട് വിളിച്ചു താൻ പറയുന്നേ, എലി വീണ പാത്രം ഏതടാ, അതു മാറ്റടാ, അല്ലാത്തതെല്ലാം നീക്കി വെച്ചു കൊടുക്കടാ. പാത്രങ്ങളെല്ലാം തന്നെ തൊട്ടിരിക്കുന്നതായി, അതുകൊണ്ട് മുമ്പ് കഴിഞ്ഞതിൽ അവൻ അറിയാതെയായി. എലി വീണ പാത്രം വ്യക്തമായി അറിയില്ല, അതുകൊണ്ടിതൊന്നും വിൽക്കലും ശരിയല്ല. സുഹൃത്തുക്കളെ, ഉടൻ ഇബ്നു സീരീൻ ചെന്ന് കുടിച്ചിട്ട് 40 ഭരണി നെയ്യും അന്ന്. റിസാലത്തുൽ ഖുറൈശി നോക്കതിലുള്ളതാ, 52 വ്യക്തമായി പറയുന്നതാ. തുടക്കം ഇലാഹിൽ തന്നെ വേണം നടപടി, ഒടുക്കം നജാഹിൽ തന്നെ എത്തും പടിപടി. ബലമുള്ളതാ ഫൗണ്ടേഷൻ എന്നാൽ പിന്നെ എടുക്കുന്നതും കുലുങ്ങാതുറക്കും പൊന്നേ. ഒഴിവുള്ള സമയം കാത്ത് അമലൊഴിക്കുന്നത് വിഡ്ഢിത്തരത്തിൽ തന്നെയാണെണ്ണുന്നത്. പ്രതിബന്ധമായിരം വന്നിടാം പിന്നീട്, ഉന്മേഷവും കുറവായി വരാം മടിയോട്. ത്വാഅത്ത് നീ ചെറുതായി ഗണിക്കും തോറും റബ്ബിൻ്റെ അടുക്കൽ സീറ്റ് വലുതായി മാറും. അതുപോലെ വലുതായി നീ ഗണിച്ചാൽ ദോഷവും റബ്ബിന് വലുതല്ലെന്ന് വരും അപ്പാപവും. റബ്ബിൻ്റെ കോപം വന്ന് പോയാൽ തൽക്ഷണം ഹസനാത്ത് നഷ്ടമില്ലായി തകർന്നു തരിപ്പണം.